ജോർജിയ ഗുഡോറി റിസോർട്ടിൽ വിഷവാതകം ശ്വസിച്ച് 11 ഇന്ത്യക്കാർ മരിച്ചതായി ഇന്ത്യൻ റെസ്റ്റോറന്റിലെ ജീവനക്കാരാണ്. തബ്സിയിലെ ഇന്ത്യൻ എംബസിയാണ് വിവരം സ്ഥിരീകരിച്ചത്. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. ഐസൻ, ഏത് തരത്തിലുള്ള വാതകമാണ് അവിടെ ഉയർന്നത്? മാത്രവുമല്ല, എന്ത് സാഹചര്യമായിരുന്നു ഇത്തരത്തിലൊരു വിഷവാതകം അവിടെ പരക്കാൻ ഉണ്ടായത്? മറ്റ് വിവരങ്ങളും കൂടി. ദേവിക, ഈ വിഷവാതകം പടർന്നു എന്നതിന് കാരണമായി കണക്കാക്കപ്പെടുന്നത് ഒരു ജനറേറ്റർ പരിസരത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു. അതായത് സ്വയം പ്രവർത്തിക്കുന്ന, കറണ്ട് പോകുമ്പോൾ സ്വയം പ്രവർത്തിക്കുന്ന ഒരു ജനറേറ്റർ കണ്ടെത്തിയിരുന്നു. ഈ ജനറേറ്റർ സ്വയം പ്രവർത്തിച്ച് ജനറേറ്ററിൽ നിന്നുള്ള പുക ഇവർ താമസിക്കുന്ന മുറികളിലേക്ക് പടർന്നതാണ് മരണകാരണം. പടർന്നു വരികയായിരുന്നു. പടർന്നതിന് ശേഷം സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, കാർബൺ മോണോക്സൈഡ് ശ്വസിച്ച് ശരീരത്തിലെ ഓക്സിജന്റെ അളവ് പൊടുന്നതിനെ താഴുകയും നിശബ്ദമായി മരണം സംഭവിക്കുകയും ചെയ്യുന്ന ഒരു പോയ്സണിംഗ് ആണ് നടന്നത്. ഈ സംഭവം നടക്കാനുള്ള സാഹചര്യം, അതായത് പുറത്തുനിന്ന് ഒരു ഓയിൽ ജനറേറ്റർ കണ്ടെത്തി എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഏത് രീതിയിലാണ് ഈ ഓയിൽ ജനറേറ്റർ അവിടെ എത്തിയത് എന്ന് സംബന്ധിച്ച് വ്യക്തതയില്ലാത്തതാണ്. കൊലപാതകമാണോ എന്ന സംശയം വന്നിരിക്കുന്നത്. ഗുഡാവരിയിലെ ഒരു റിസോർട്ടിൽ താമസിച്ചിരുന്ന, ഒരു റിസോർട്ടിലെ റെസ്റ്റോറന്റിലുണ്ടായിരുന്ന 11 പേരും കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ജോർജിയക്കാരനുമാണ്. അതായത് 11 ഇന്ത്യക്കാരും കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ജോർജിയക്കാരനുമാണ് മരണപ്പെട്ടത്. തിബ്ലിസിയിലെ എംബസി ഇക്കാര്യം വളരെ കൃത്യമായി അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ പേരുവിവരങ്ങൾ ഉടൻ ലഭ്യമാക്കുമെന്നും അറിയിക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ കൊലപാതകമാണ് എന്ന സംശയത്തിൽ ജോർജിയ പോലീസ് തുടരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാവുന്നതാണ്, ഇതുപോലെ തന്നെ ജനറേറ്ററിൽ നിന്നുള്ള പുക ശ്വസിച്ച് നിരവധി മരണങ്ങൾ പലയിടങ്ങളിലും ഇത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതൊരു ആസൂത്രിത കൊലപാതകമായി സംശയം തോന്നുന്നത് ഒരു ദുരൂഹ സാഹചര്യത്തിൽ ജനറേറ്റർ കണ്ടെത്തിയത് തന്നെയാണ്. ദേവിക, എന്തായാലും ജോർജിയയിൽ നിന്ന് ദുഃഖവാർത്തയാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഗുഡോറി റിസോർട്ടിൽ വിഷവാതകം ശ്വസിച്ച് 11 ഇന്ത്യക്കാർ മരിച്ചത് ഇന്ത്യൻ റെസ്റ്റോറന്റിലെ ജീവനക്കാരാണ്. തബ്സിയിലെ ഇന്ത്യൻ എംബസിയാണ് വിവരം സ്ഥിരീകരിച്ചത്. ഇത് അപകടമായിരുന്നോ ആസൂത്രിതമായിരുന്നോ എന്നുള്ള വിശദാംശങ്ങൾ വരും മണിക്കൂറുകളിൽ കണ്ടെത്താൻ സാധിക്കും. ഐസൻ ജോസാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിശദ വിവരങ്ങൾ നൽകിയത്.